ഫാദർ ടോം ഒലിക്കരോട്ട്, ഇതാണ് അതിൻ്റെ നിയമപരമായ സാഹചര്യം. ഒരു അഭിഭാഷകൻ തന്നെ പറയുകയാണല്ലോ, ഇതിൽ കുറച്ചുകൂടി ഗൗരവത്തിൽ കേസ് കൈകാര്യം ചെയ്യാൻ മുതിർന്ന എക്സ്പീരിയൻസ്ഡായ അറിയപ്പെടുന്ന അഭിഭാഷകരെ തന്നെ വെച്ചുകൊണ്ട് കേസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതല്ലേ? കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞതുപോലെ സെഷൻസ് കോടതിയിലേക്ക് പോയപ്പോൾ കന്യാസ്ത്രീകളുടെ വക്കാലത്ത് ഒപ്പിട്ടിരുന്നില്ല എന്നടക്കമുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇന്നിപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം വ്യത്യസ്തമാണ്. കാരണം ഈ ജാമ്യാപേക്ഷ തള്ളി എന്ന വാർത്ത വരുമ്പോൾ മാധ്യമങ്ങൾ അവിടെ മുഴുവൻ തിരയുന്നുണ്ട്, അഭിഭാഷകരെ കാണാൻ പറ്റുന്നില്ല. കാരണം അവിടെ ആകെ നിറഞ്ഞിരിക്കുകയാണ് ബജ്രംഗ് ദൾ പ്രവർത്തകരാൽ. അങ്ങനെ ഒരു ഭീഷണിയുടെ സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇനി ഈ കേസുമായി മുന്നോട്ട് പോകാൻ സഭ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും ഈ രണ്ട് സിസ്റ്റേഴ്സ് സഭയുടെ മക്കളാണ്. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞു കഴിഞ്ഞു, അവസാനം വരെ അവരുടെ കൂടെ നീതി ലഭിക്കുന്നവരെ സഭയുണ്ടാവും. ഈ കേസ് ഇപ്പോൾ അവർക്ക് വേണ്ടി നടത്തിക്കൊണ്ടുവരുന്നത് റായ്പൂർ ആർച്ച് ഡയോസിസിൻ്റെ ലീഗൽ സെല്ലാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ മെത്രാൻ സമിതി CBCIയുടെ പിന്തുണയും സഹകരണവും ഈ ഒരു കേസിൽ അവർക്കുണ്ട്. നീതി ലഭിക്കുന്നതുവരെ സഭ ഇവർക്ക് വേണ്ടി ഇവരുടെ ഒപ്പം കൂടെ ഉണ്ടാവും. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഭരണ സംവിധാനങ്ങളെ വർഗീയമായ താല്പര്യമുള്ള ശക്തികൾ കീഴടക്കിയതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭരണകൂടങ്ങളുടെ മേൽ വർഗീയ ശക്തികൾ, കത്തോലിക്ക സഭ ഉറപ്പിച്ചു പറയുകയാണ്, വർഗീയത അത് ന്യൂനപക്ഷത്തിൻ്റെയോ ഭൂരിപക്ഷത്തിൻ്റെയോ ആവട്ടെ, അതിനെതിരെ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇത്തരം ഗൂഢശക്തികളെയും തീവ്ര ശക്തികളെയും എടുത്ത് ഒക്കത്ത് ചില രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിന് വേണ്ടി വെച്ചതിൻ്റെ പരിണിതഫലം നമ്മളിന്ന് അനുഭവിക്കുകയാണ്. 1968 മധ്യപ്രദേശിലെ മതപരിവർത്തന നിരോധന നിയമം നടപ്പിലാക്കിയ കോൺഗ്രസ് ഗവൺമെൻറ് അവരുടെ മൃദുഹിന്ദുത്വ സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ ഇന്ന് തടവിൽ കിടക്കുന്ന രണ്ട് സിസ്റ്റേഴ്സ് അനുഭവിക്കുന്ന യാതനയുടെ തുടക്കം അവിടെ നിന്നാണ്. അപ്പോൾ അത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മറന്നു പോകാൻ പാടില്ല. തീവ്ര വർഗീയ ശക്തികൾക്ക്, അത് ന്യൂനപക്ഷത്തിൻ്റെതോ ഭൂരിപക്ഷത്തിൻ്റെ ആവട്ടെ, കുടപിടിച്ചു കൊടുക്കുന്നവർ നിരപരാധികളെ ക്രൂശിക്കാനും അവരെ കൽത്തുറുങ്കിലടയ്ക്കാനുമുള്ള പരിതോവസ്ഥ ഒരുക്കി കൊടുക്കുന്നവരാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ വൈകിയ വേളയെങ്കിലെങ്കിലും അവരുടെ ഉത്തരവാദിത്വം തിരിച്ചറിയേണ്ട ഭരണഘടനയ്ക്ക് മീതെ ഒരു സംഘടനകളെയും വളരാൻ അനുവദിക്കരുതെന്ന് പ്രതികരണം ഫാദർ ടോം ഒലിക്കരോട്ട് കണ്ടിരുന്നോ? ഈ കന്യാസ്ത്രീകളെ ഒരു മിനിറ്റ് ഫാദർ, മറുപടി. കന്യാസ്ത്രീകളെ എത്രയും വേഗം മോചിപ്പിക്കുക. മറ്റൊരു ചാനലിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. ഒരൊറ്റ ആൻസർ കൂടി. ഈ കന്യാസ്ത്രീകളെ മോചിപ്പിക്കുക, അതോടൊപ്പം അവിടെ അക്രമം നടത്തുന്നവരെ അറസ്റ്റ് ചെയ്യുക എന്ന ആവശ്യം പാർലമെന്റിനകത്തും പുറത്തുമൊക്കെ ഉന്നയിക്കപ്പെടുകയാണ്. ഫാദർ ടോം ഒലിക്കരോട്ട്, നിങ്ങൾക്കൊപ്പം നിൽക്കുന്നവരെ വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ തീരുമാനം വളരെ ഉത്തരവാദിത്തത്തോടുകൂടി ഈ വിഷയത്തിൽ, വളരെ നല്ല കാര്യം. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം തീവ്രതയ്ക്ക് കുടപിടിക്കുന്ന സമീപനം ഒരിക്കലും നടത്താതെ ഉത്തരവാദിത്തത്തോടുകൂടി പ്രവർത്തിക്കുമെന്നുള്ള പ്രത്യാശയാണ് ഇന്ത്യയിലെ ക്രൈസ്തവ ന്യൂനപക്ഷത്തിൻ്റെ നിലനിൽപ്പിനുള്ളത്. വളരെ നന്ദി ഈ ഒരു ചർച്ചയിൽ അവസരം നൽകിയതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.